എണീക്കുന്നില്ലേ? ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു വ്ളോഗ് എടുക്കണമെന്ന്. അങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈവൊക്കെ കാണുന്ന പോലെ ഇതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങൾ എണീറ്റതേ ഉള്ളൂ. രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. ഇനി പല്ല് തേപ്പ്, ചായ കുടി. ചായ വലിയ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല, ചായ മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി പല്ലൊക്കെ തേച്ച് ഫ്രഷൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ഇച്ചാൻ പല്ല് തേക്കുകയാണ് ഗായ്സ്. ഇച്ചാൻ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ പല്ല് തേക്കുന്നത് എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പൊ തേക്കുകയാണ്. ഒന്ന് ചിരിച്ചേ. പിന്നെ ചായക്ക് വെള്ളം വെച്ചേക്കുന്നു. ഞങ്ങള് ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ചായക്കുള്ള വെള്ളം ഇവിടെ അടുപ്പിലിരുന്ന് തിളയ്ക്കുവാണ്. ഇനിയിപ്പം കൊച്ചെണീറ്റിട്ടില്ല, അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ദേ അവൻ ഇന്നലെ രാത്രിയിൽ എല്ലാരെയും വണ്ടി കാണിക്കാൻ കൊണ്ടുവന്നാട്ടെ ഈ കിടക്കുന്നൊക്കെ. ലൈവ് കണ്ടവർക്കറിയാം, അവരെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്ന ഒരേ ഉറക്കമാണ്. ഇച്ചുവനെ മമ്മിയുടെ ആശുപത്രി പോകാൻ വരുന്നില്ലേ? മമ്മിയുടെ ആശുപത്രി പോകാൻ വരുന്നില്ല? നല്ല കുട്ടിയായിട്ടാണല്ലോ എണീറ്റേക്കുന്നത്. താഴെ വീഴുവോ? നമുക്ക് പല്ല് വെച്ചാലോ, കുളിച്ചാലോ, സുന്ദരനാവാ? അപ്പൊ ഞങ്ങള് സുന്ദരനായിട്ട് വരാം കേട്ടോ, എല്ലാരോടും ആണേ. അപ്പൊ ബായ്. അപ്പൊ ഇച്ചാൻ ഇവിടെ കൊച്ചിനെ ഒരുക്കുന്ന ധൃതിയിലാണ്. അപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും അവനൊരു നിക്കറായിരുന്നു എടുത്തു കൊടുത്തത്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പത്തേന് ശരിക്കും ചൂടും എല്ലാ കഴിഞ്ഞതാണ്. അയ്യോ, അത് ലൂസാണോ വെച്ചാ? ലൂസാന്ന് തോന്നിച്ച. ഞാൻ അവന് വേറെ ഡ്രസ്സായിരുന്നു എടുത്തത്. അവൻ ഇത് തന്നെ വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഇതിട്ട് കൊടുത്തത്. ഇച്ചിരി വലുതാന്ന് തോന്നുന്നു. ഇതൊക്കെ കുറെ ഇവന് ബർത്ത്ഡേക്കൊക്കെ കിട്ടിയോ, ഇതൊന്നും ഇടാതെ വെച്ചേക്കുമായിരുന്നു. എന്താ ഷർട്ട് വേണോ? ഷർട്ട് വേണോ? ഇത് വലുതയച്ചവന്. അത് കണ്ടോ, കുഴപ്പമുണ്ടോ? പോണം. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോ റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തെത്തിയിട്ട് കാണാം. അപ്പൊ ഇച്ചാൻ വീട് പൂട്ടി ഇറങ്ങുവാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ടാർപ്പയൊക്കെ കെട്ടിയിരുന്നായിരുന്നു. കാറ്റ് വന്നപ്പം ടാർപ്പയും കൊണ്ട് പോയി. ഇച്ചിച്ചേടാ വെള്ളാടാ, ഇച്ചിച്ചി വെള്ളാടാ. ഞാൻ ഇച്ചാന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. എടാ ഞാനെവിടെയാടാ ഇരിക്കുവാ? ഇച്ചിരി നീങ്ക. ഈ ഫയലൊന്ന് പുറകോട്ട് വെച്ച. ഏത് ഷൂ? ഓ, ഉച്ച ഷൂടുണ്ട, മഴയും പിടിച്ച്. എണ്ണയുണ്ടോ? എണ്ണയുണ്ടോ? ഈശപ്പനെ പ്രാർത്ഥിച്ച് ഞാനും ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്, പൂട്ടിക്കിടക്കുന്ന വീട്. വീടേറ്റാ നേരെയാണേ. ഞങ്ങക്ക് ഇപ്പുറത്തെ വഴി കൂടെ പോവായിരുന്നെങ്കിൽ ഷോർട്ട് കട്ട് പോവായിരുന്നു. പക്ഷെ നമ്മള് ഇന്നലത്തെ ഗ്ലൂക്കോസിന്റെ ഷുഗറിന്റെ റിസൾട്ട് മേടിക്കാത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി ചുറ്റി കറങ്ങിപ്പോണം. ഒത്തിരി ചുറ്റില്ലല്ലോ വെച്ചാ, കുറച്ച്. ഇത് നേരെയുള്ള വഴി, മറ്റേത് കുറുക്ക് വഴി. ഈ സ്ഥലമൊക്കെ ഞങ്ങൾ നോക്കി വെച്ചേക്കുവാണ്. കിട്ടുന്നില്ല. അയ്യോ, ഇവിടൊക്കെ സെന്റിന് ഭയങ്കര വില കേട്ടോ. 3.5-4 പറയുന്നത്. എല്ലാവർക്കും കേൾക്കാന്ന് വിശ്വസിക്കുന്നു. ഫോൺ എന്റെ അടുത്ത് തന്നെയുണ്ട്.
ദേ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന ഞങ്ങളുടെ പള്ളി. ഇതാണ് നമ്മുടെ പള്ളി. ഓഡിറ്റോറിയം. അയ്യോ സോറി, ഇത് പള്ളിയുടെ ഓഡിറ്റോറിയം ആണ്. ഇതാണ് പള്ളി. ഇപ്പം 8 നോമ്പ് നടക്കുന്നതുകൊണ്ട് കുർബാനയൊക്കെ ഉണ്ട്. നമുക്കിപ്പോ പോകാൻ പറ്റാത്തതുകൊണ്ട് പോവാത്താണ്. ഹോസ്പിറ്റലിൽ പോകണം. എന്തെങ്കിലും 2-3 ദിവസം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇന്നലെ ഞാൻ ഷുഗർ നോക്കാൻ കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പം കിച്ചാൻ പോയി മേടിച്ചിട്ട് വരണം റിസൾട്ട്. പൈസ കൊടുത്തല്ലേ? പൈസ കൊടുത്ത്. നീ മടുത്തോ? പിന്നെ ഒരു 2 ചീക്കി കേട്ടോണ്ട് നീ മടുത്തു. ഇവിടെ നോക്കിയ മുഖം മൂത്തന്നെ ഇത് നോക്കട്ടെ റിസൾട്ട് നോക്കിയാ കാണിക്ക്. തുറന്നേ വേഗം. അത് കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ലിച്ച. അതുകൊണ്ട് ഇല്ലിച്ചാ എന്ത് ഉണ്ടോടാ? 75 mg 70 110 നോർമല് 98 ഗായ്സ്, എന്റെ ഷുഗർ നോർമൽ ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്നു. അത് സത്യം ഞാൻ അതിന്റെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ നേർന്നായിരുന്നു കേട്ടോ. നോർമൽ ആണെങ്കിൽ തിരി കത്തിച്ചോളാന്ന്. മൊത്തം 6 തിരി ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 100 നീര്. ഞാൻ 100 ചിലവ് 300 ഭക്തി കൂടി ചെയ്യും ഒരാവേശത്തിന് പുറത്ത്. അപ്പൊ ഇച്ചാനോട് പറഞ്ഞു നീ ഒരു 1-2 ഒക്കെ പറയാതെ ഇത്രയൊന്നും പറയില്ലേ. അതുകൊണ്ട് ഇത്തവണ എണ്ണ ഇച്ചിരി കുറച്ചു. അപ്പൊ ഏതായാലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഈ സമയത്തൊന്ന് ലൈവ് പോകണമെന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ റേഞ്ചിന്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. റേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പോ ഞങ്ങൾ ലൈവ് പോകുന്നതായിരിക്കും ഗായ്സ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഇച്ചാൻ വളരെ സീരിയസ് ആയിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങള് ഹോസ്പിറ്റൽ എത്താനായി. ഇതാണ് നമ്മുടെ വഴി. ഇതിനിടയ്ക്ക് കുറച്ച് വഴിയൊക്കെ പിടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴത്തേന് അമ്മ ഫോൺ വിളിച്ചതുകൊണ്ട് കുറച്ചു നേരം അമ്മയോട് സംസാരിച്ചങ്ങ് പോയി. അപ്പൊ ഇതാണ് പേരാവൂർ. നമ്മള് ഭക്ഷണം കഴിക്കുന്ന കട എവിടെയായിരുന്നു വെച്ചാ സ്റ്റാൻഡിലാണ് വണ്ടി ഇടുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പണികൾ നടക്കുന്ന കാരണം നമുക്ക് വണ്ടി ഇടാൻ അവിടെ സ്ഥലമില്ല. അപ്പൊ ഇവിടെ ഇട്ടിട്ട് വേണം, സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേണം അങ്ങോട്ട് നടന്ന് പോവാന്. ഇനി ഇപ്പോഴത്തെ എല്ലാം ഇനി ട്യൂണിനകത്ത് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ട്യൂൺ ഇട്ടിട്ടായിരിക്കും ബാക്കിയെല്ലാം. കാരണം ഹോസ്പിറ്റലിൽ OP എടുക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പിന്നെ എക്സ്ട്രാ അത് റെക്കോർഡ് ചെയ്യേണ്ട വരും. അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് വേണം ഇനി എടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി. അപ്പൊ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഷുഗർ കിട്ടുമ്പോ ഞാൻ നോക്കിയപ്പോ നല്ല കുറവായിട്ടാണ്. അന്നേരം എടുക്കല നല്ല കുറവായിട്ടാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാല് ഇനിയും പ്രസവം വരെയും ഇപ്പൊ എങ്ങനെയാണോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതുവരെ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്ന് ഡോക്ടറിനെ കാണിക്കാൻ വന്നാലും 2 ആഴ്ച കൂടുമ്പോൾ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് എടുക്കണം. പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ തൈറോയിഡും ഇനി വരുമ്പോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലായിരുന്നു. അനക്കം ഡോക്ടറിന് നോക്കേണ്ട വന്നില്ല. മറ്റേ സൂത്രം വെച്ച് നോക്കേണ്ട വന്നില്ല. അതിന് മുന്നേ കിടത്തിയപ്പോ തന്നെ വയറ്റിൽ തൊഴിയുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇപ്പൊ മറ്റേത് വെച്ച് നോക്കണ്ട. പിന്നെ പുള്ളിക്കാരി വെറുതെ ഒന്ന് വെച്ചു. ഇനിയിപ്പം 19-ാം തീയതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സ്കാനിങ്ങിന് 7 മാസത്തെ സ്കാനിങ്ങിന് എഴുതി തന്നിട്ടില്ല. ഇനിയിപ്പോ ഇനി അടുത്ത തവണ ഷുഗർ നോക്കിയിട്ട് സ്കാനിങ്ങിന് പറയുള്ളൂ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളിനി വീട്ടിലോട്ട് പോവാം. അതെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അതിനിടയ്ക്ക് വല്ല കഴിക്കാൻ പൈസ. അപ്പൊ നമുക്ക് പിന്നെ കാണാം.
തിരിച്ചു വരുമ്പോ നല്ല മഴയായിരുന്നു ഗൈസ്. നല്ല മഴ. ഹായ് ഹായ് ഹായ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് തുണി അലക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര മഴ. ഇനിയിപ്പോ അലക്കണ്ടല്ലോ അല്ലെ, കിടന്നുറങ്ങാലോ അല്ലെ. പിന്നെ ഇനി കഞ്ഞി ചെന്നിട്ട് കഞ്ഞി വെക്കണം. കറി കഞ്ഞിക്ക് ഇട്ടിട്ട് ലൈവ് പോവാം. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പൊ രാവിലെ കാണിച്ചിരുന്ന സ്ഥലം ഇതൊക്കെ ആട്ടോ, നമ്മുടെ പള്ളി ഓഡിറ്റോറിയം ഇതൊക്കെ ആയിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇച്ചാന്റെ മുട്ടത്തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് ഒന്ന് ലൈവ് പോണമെന്നുണ്ട്, നോക്കട്ടെ എങ്ങനെയാന്ന്. അപ്പൊ നമുക്ക് ലൈവിൽ വരുവാണെങ്കിൽ ലൈവിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങള് ലൈവിൽ വരുവാണെങ്കിൽ ലൈവിൽ കാണാം. ഈ ലൈവ് കഴിഞ്ഞിട്ടല്ലേ ഇത് ഇടുള്ളൂ മണ്ടി. ആ അതെ 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 അതെ. വിവരോ ഇല്ല. അത് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ചിങ്ങ് തിരിച്ചെടുത്തു. അതങ്ങ് കട്ട് ചെയ്തിട്ട് കേട്ടാ. അപ്പൊ ശരി കേട്ടോ, നിങ്ങള് വീട്ടിലോട്ട് പോവാണേ. അപ്പൊ നമ്മൾ വന്ന വഴിക്ക് ഇച്ചിരി പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചാൻ മീൻചാറെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മീൻചാറ് കൂട്ടി തിന്നാനായിരിക്കുന്നു. പക്ഷെ എന്റെ മീൻചാറ് ഇച്ചാൻ ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്. കൊച്ചെല്ലാം നിരത്തി വാരി ഇട്ടതാണ് രാവിലെ പോവാറായപ്പോഴത്തേനും. ഇത് പൊറോട്ട ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരാളിവിടെ നിപ്പുണ്ട്. എല്ലാം വാരി നിരത്തി ഇട്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. രാവിലത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ നല്ല മൂടായിട്ടൊക്കെ ആയിരുന്നു എണീറ്റേ. പക്ഷെ പിന്നെ അങ്ങോട്ട് ചെന്നപ്പോ അവന്റെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. ഇപ്പൊ ഉറക്കവും വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് പിന്നെ TV കണ്ടുകൊണ്ട് കഴിക്കാനിരുന്നാ ചെവി കേൾക്കൂല. അപ്പൊ എന്താണേലും ഞാനും കൂടെ പോയി കഴിക്കാൻ പോവാണ്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. അപ്പൊ നമ്മള് കഞ്ഞിക്ക് ഇപ്പൊ വെള്ളം ഇട്ടതേ ഉള്ളൂ. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുവാണ്. അപ്പൊ ഇത് കഞ്ഞി ആകുമ്പോഴത്തേനും അതിച്ചിരി നല്ല അത്യാവശ്യം തിള വരും. ബാക്കി ഇതിനകത്തോട്ട് വെച്ചാൽ മതി. ഇത് ഹരിതകർമ്മ സേനകാർ വരുമ്പോഴത്തേനും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു കവറും കൂടി ഉണ്ട്. അവർ എടുത്തു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വരൂല, എടുത്തില്ലെങ്കിൽ വരും. അപ്പൊ ഇച്ചാൻ ലൈവ് പോവാൻ വേണ്ടിട്ട്, ഇച്ചാൻ ഒരു കോളർ തരട്ടെ, ലൈവ് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഏതായാലും കുറച്ചു നേരം ഏച്ചുമ്പം തുണിയിലായിരിക്കും. ഏച്ചുമാനെ കുളിപ്പിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇല്ലില്ല, കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇപ്പൊ ലൈവ് പോവാൻ പോവാണ്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ ഗൈസ്. അപ്പൊ നമ്മള് ലൈവിൽ പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നേരത്തെ ഇത് നിർത്തിയിരുന്നത്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലൈവിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇതിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് കരുതിയാണ് പോയത്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേന് ഫ്രണ്ട്സ് എല്ലാം കൂടി. അപ്പൊ നമുക്ക് 1 മണിക്കൂർ വിചാരിച്ചു പോയത് 2 മണിക്കൂർ, അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ അങ്ങ് പോയി. അതുകൊണ്ട് വേറെ ഒരു പരിപാടിയും നടന്നില്ല ഇന്നലെ. നമ്മൾ ഇപ്പൊ ഇനി ഞാൻ പിറ്റേ ദിവസമായിട്ട് എടുക്കുന്നത്. ഒരു പണിയും നടന്നിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കുറെ നേരം ചാറ്റ് ചെയ്തങ്ങ് പോയി. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ ലൈവിൽ വന്നവർക്കറിയാം, ലൈവിൽ നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഈ യൂട്യൂബിൽ കൂടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. കുറെ അനിയന്മാര്, അനിയത്തിമാര്, അമ്മമാര്, അങ്ങനെ കുറെ പേര് നമുക്ക് കിട്ടി, ചേട്ടന്മാര്. അപ്പൊ അതിലിപ്പോ എടുത്ത് പറയേണ്ടോണ്ട് പറയുവാണേ, നിജീഷ് എന്ന് പറഞ്ഞ അനിയനെ നമുക്ക് കിട്ടി. അപ്പൊ നിജീഷിന്റെ പെങ്ങള് നമ്മുടെ ലൈവ് നോക്കിക്കൊണ്ടിരുന്ന് നമ്മളെ ഇങ്ങനെ വരച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരുന്നു. നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച് നിജീഷെ, പെങ്ങളോടും പറയണം. അപ്പം അവര് സ്ഥിരമായിട്ട് ഞങ്ങളുടെ ലൈവൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നാലും നിജീഷിന്റെ ഫാമിലിയെ കാണാൻ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വഴിയെ ഒരു വ്ളോഗായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഏതായാലും ഇപ്പൊ കാണിക്കുന്ന സപ്പോർട്ട് നമുക്ക് തുടർന്നും അങ്ങോട്ട് എല്ലാവരും തരണം. എല്ലാവരോടും കൂടി കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം കടന്നുപോയത്. അപ്പൊ എല്ലാവരും കാണണം. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഫ്രം കുട്ടു സമു വ്ളോഗ്സ്. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ.